ഹായ്, പ്രസന്റ് ടെൻസ് അല്ലെ? പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചൊന്ന് ബാക്കിലോട്ട് സഞ്ചരിച്ചാലോ? അതെ, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതാണ് പാസ്റ്റ് ടെൻസ്. നമുക്ക് ഇനി പ്രസന്റിൽ നിന്നും ഒന്ന് ബാക്കിലോട്ട് പോകാം അല്ലെ? കഴിഞ്ഞു പോയ കാലത്തിലോട്ടൊന്ന് ഇനി നമുക്ക് സഞ്ചരിച്ച് നോക്കാം. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയുമ്പോൾ നമ്മൾ ആദ്യം ആരെ ഓർക്കണം? സിമ്പിൾ പ്രസന്റ് ടെൻസിനെ ഓർക്കണം. അതുപോലെ തന്നെയാണ് പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാലത്തുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ അവളെ കണ്ടു, ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഞാൻ അത് കഴിച്ചു. ഓക്കെ, ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോയത് പറയാനാണ് എന്ത്? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. ആ വേർഡ് തന്നെ ഉണ്ട്, വളരെ സിമ്പിൾ ആണ് കേട്ടോ. സോ നോക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് കഴിഞ്ഞ കാലത്ത് നടന്ന സംഭവങ്ങളെയോ പ്രവൃത്തിയെയോ കുറിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഈ ടെൻസ്. അത് തന്നെയാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളോ അന്ന് നടന്ന ആക്ഷൻസോ പ്രവൃത്തികളോ ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഫോം സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു. സബ്ജക്റ്റ് എന്താണെന്ന് അറിയാലോ അല്ലെ? ഓൾറെഡി പഠിച്ചതാണ്. നൗണോ പ്രോണോണോ ആയിരിക്കും എന്ത്? സബ്ജക്റ്റ്. ഓക്കെ, പാസ്റ്റ് ആവുന്നതോടെ തന്നെ വെർബിന്റെ രൂപവും സ്വഭാവമൊക്കെ അങ്ങ് മാറുകയാണ്, തീർത്തും മാറുകയാണ് കേട്ടോ. ഇനി V2 ഫോം ആണ് യൂസ് ചെയ്യുന്നത്. V2 അല്ലെ? V1, V2, V3. V2 എന്താണ്? പാസ്റ്റ് ഫോം ആണ്, വെർബിന്റെ പാസ്റ്റ് ഫോം. V2ന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഇതാ, അതാണ് ഡീഡ്. എന്താണ്? ഡിഡ് ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അല്ലെങ്കിൽ V2. ഓക്കെ, ദെൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, എന്തിനെയാണോ അതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ്, ഡിഡ് ഫോം, ഒബ്ജക്റ്റ്. ഇതാണ് സിമ്പിൾ പാസ്റ്റിന്റെ ഫോം. ദെൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ യൂസേജിലോട്ട് നമുക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ്. അത് തന്നെ, ഒന്നുമല്ല, പാസ്റ്റിൽ ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയി, ഇത്രയേ ഉള്ളൂ. പാസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പറയാൻ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആക്ഷൻസ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ. യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക്, എഗോ, റീസെന്റ്ലി, ദ പ്രീവിയസ് ഡേ, ഇങ്ങനെയുള്ള കീവേഡ്സ് അല്ലെ, ടൈം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയും. അതാണ് ഈ കാണുന്നത്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാറിയില്ലേ, ഇന്നലെ. ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക് അല്ലെ, ലാസ്റ്റ് ഡേ, കഴിഞ്ഞ ലാസ്റ്റ് വീക്കില്, കഴിഞ്ഞ ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയറില് എല്ലാം കഴിഞ്ഞു പോയതാണ് അല്ലെ. ഇങ്ങനെയുള്ള അതുപോലെ പ്രീവിയസ് ഡേ, പ്രീവിയസ് ഡേറ്റുകളും പ്രീവിയസ് ദിവസങ്ങളും ഒക്കെ വരുമ്പോ എന്താണ്? അതും നമ്മൾ എന്താണ്? സിമ്പിൾ പ്രസന്റ് അല്ലെ, സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിളിലോട്ട് കിടക്കാം. കൂടുതലും ഗ്രാമർ പാർട്ട് എക്സാമ്പിളിലോട്ട് കിടക്കുമ്പോഴായിരിക്കും നമുക്ക് ഒന്നും കൂടെ മനസ്സിലാവാം. ഓക്കെ, ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് അല്ലെ. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ഐ മെറ്റ് ഹിം ലാസ്റ്റ് വീക്ക്. ഐ മെറ്റ് ഹിം ലാസ്റ്റ്. മെറ്റ് എന്താണ്? മീറ്റിന്റെ V2 ഫോം ആണ്. മീറ്റിന്റെ V2 ഐ മീൻ പാസ്റ്റ് ആണ്. എന്ത്? വെർബ് ഡിഡ് ഫോം ആണ്. മീറ്റിന്റെ ഡിഡ് ഫോമിനെയാണ് നമ്മൾ മെറ്റ് എന്ന് പറയുന്നത്. എന്താണത്? ലാസ്റ്റ് വീക്ക്. എന്താണത്? കീവേഡ് ആണ്. ലാസ്റ്റ് വീക്കിൽ ഞാൻ എന്ത് ചെയ്തു? അവനെ കണ്ടു. ഐ മീൻ ലാസ്റ്റ് വീക്കിൽ ഞാൻ അവിടെ കണ്ടിരുന്നു. കഴിഞ്ഞു പോയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ I went there yesterday. ഞാൻ ഇന്നലെ അവിടെ പോയി. ഞാൻ ഇന്നലെ അവിടെ പോയി. ഓക്കെ, വെന്റ് എന്താണ്? ഗോ ഇല്ലേ? നമ്മുടെ വെന്റ് എന്താണ്? ഗോയുടെ V2 ഫോം ആണ്. നിങ്ങൾ അതിന്റെ ലിസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും, ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പൊ ഗോയുടെ V2 ഫോം ആണ് എന്ത്? വെന്റ്. അതുപോലെ ഇതാ ഇതിലുള്ള കീവേഡ്സ് ആണ് യെസ്റ്റർഡേ. Then we came here last Sunday. We came here last Sunday. ലാസ്റ്റ് സൺഡേ ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? അവിടെ എത്തിയിരുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് സൺഡേ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു എന്നൊക്കെ പറയും. We came എന്താണത്? കമ്മിന്റെ V2 ആണ് എന്ത്? came. ലാസ്റ്റ് സൺഡേ ആണ് എന്ത്? കീവേഡ്. ഓക്കെ, ടൈം ഇൻഡിക്കേറ്റർ എന്താണ്? ലാസ്റ്റ് സൺഡേ. Then the team won the championship last year. ലാസ്റ്റ് ഇയർ ആണ് എന്ത്? ഇവിടുത്തെ കീവേഡ്. ഓക്കെ, ടീം എന്ത് ചെയ്തു? ലാസ്റ്റ് വർഷം ആ ടീമിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ചാമ്പ്യൻഷിപ്പ്
വൺ. വിന്നിന്റെ V2 ഫോം ആണ് എന്ത്? വൺ. ഓക്കെ, ഇതാണ് ഇതിന്റെ കീവേഡ്സ്. ഓക്കെ, ദെൻ വി വാച്ച്ഡ് എ ത്രില്ലിംഗ് മൂവി ലാസ്റ്റ് വീക്കെൻഡ്. എന്താണ്? ലാസ്റ്റ് വീക്കെൻഡിൽ ഞങ്ങളൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവി കണ്ടു. ഓക്കെ, കണ്ടു കഴിഞ്ഞു കേട്ടോ. വാച്ച് എന്ന് പറയുന്നതിന്റെ V2 ഫോം ആണ് വാച്ച്ഡ്. ഓക്കെ, വി എന്താണ്? പ്ലൂറൽ ആണ്. വാച്ച്ഡ് എ ത്രില്ലിംഗ് മൂവി. ഓക്കെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ സിംഗുലർ പ്ലൂറൽ എന്നുള്ള കളിയൊന്നും ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, അതൊക്കെ പ്രസന്റ് ടെൻസിലായിരുന്നു. ഇവിടെ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഇവിടെ ഒന്നും നടക്കുന്നില്ല. സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഒരു കൺഫ്യൂഷനും വേണ്ട. ഡിഡ് ഫോം, ഐ മീൻ V2 ഫോം. ഓക്കെ, അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ടെൻസിൽ ഇല്ല. ഓക്കെ, ദെൻ ഹി കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പായിട്ട് എന്താണ്? ഹി കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. അവന്റെ ഹോംവർക്ക് എന്ത് ചെയ്തു? അവൻ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. ED ആണ് എന്ത്? ഇവിടെയാണ് കിടക്കുന്നത്. എന്താണ്? കംപ്ലീറ്റിന്റെ V2 ഫോം ആണ് എന്ത്? ED. അപ്പോ സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു പോയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതിനുള്ള കുറച്ച് കീവേഡ്സുകളാണ് ഇത്. കീവേഡ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്ത് റീഡ് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ ടു എക്സ്പ്രസ് പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻസ്. ഇതിനു മുമ്പ് ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? പ്രസന്റ് ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ എന്താണ്? ഹാബിച്വൽ ആക്ഷൻസ് നമ്മൾ നോട്ട് അതിനു മുമ്പ് ചെയ്തതാണ്, പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിപ്പോ പതിവായിട്ട് ചെയ്യുന്നതല്ല കേട്ടോ, പാസ്റ്റിൽ പതിവായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ അങ്ങനെയേ അല്ലേ, ഇപ്പൊ ആളാകെ മാറി. ഓക്കെ, ഇത് പാസ്റ്റിൽ പതിവായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങൾ ഇടക്കിടക്കൊന്ന് പറയുക, അത്രേ ഉള്ളൂ. പണ്ടത്തെ കാര്യങ്ങൾ ഇരുന്ന് പറയുക. ഓക്കെ, കാവ്യ സ്റ്റഡീഡ് മെനി ഹവേഴ്സ് എവറി ഡേ. കാവ്യ എല്ലാ ദിവസവും ധാരാളം സമയം പഠിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാവ്യ കുറച്ച് മടിച്ചു കേട്ടോ. കാവ്യ ഇപ്പൊ ഇങ്ങനെയൊന്നും പഠിക്കാറില്ല, ചെറിയൊരു മടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നല്ല പഠിപ്പിയായിരുന്നു. ഓക്കെ, കാവ്യ സ്റ്റഡീഡ് മെനി ഹവേഴ്സ് എവറി ഡേ. കാവ്യ പണ്ട് നന്നായിട്ട് ഒരുപാട് സമയം പഠിക്കാറുണ്ടായിരുന്നു. ദെൻ ഹി ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക് വെൻ ഹി വാസ് എ ചൈൽഡ്. വെൻ ഹി വാസ് എ ചൈൽഡ്, കുട്ടിയായിരുന്നപ്പോൾ എന്ത് ശീലം ഉണ്ടായിരുന്നു? ഓൾവേസ് ഡ്രാങ്ക് മിൽക്ക്. അത് ആർക്കല്ല ഇല്ലാത്തത്? കുട്ടിയാകുമ്പോ പാല് കുടിക്കുന്ന ശീലം. കുട്ടിയായപ്പോ അവൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇല്ല കേട്ടോ. പണ്ടുള്ള ആളുടെ ഒരു ഹാബിച്വൽ ആക്ഷൻസ് പറയാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോം ഓൾവേസ് മറക്കരുത്. ഇപ്പോഴും നമ്മുടെ സബ്ജക്റ്റും ഡിഡും തന്നെയാണ് കേട്ടോ, ഒരു മാറ്റവും വന്നിട്ടില്ല. ദെൻ he usually went to bed late last year. ലാസ്റ്റ് ഇയറിലൊക്കെ ആളുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് പറയുന്നത്? വൈകിയാണ് ആൾ എന്ത് ചെയ്യുന്നത്? കിടന്നുറങ്ങാൻ പോയിരുന്നത്. നേരത്തെ ഉറങ്ങില്ലായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പൊ ആളാകെ ഡീസന്റായി, ആളിപ്പോ വളരെ നേരത്തെ കിടന്നുറങ്ങും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പണ്ടത്തെ കാര്യം പറയണമെങ്കിൽ എന്ത് വേണം? സിമ്പിൾ പാസ്റ്റ് വേണം. ആൾക്ക് പണ്ട് എന്തായിരുന്നു ശീലം? വളരെ ലേറ്റ് ആയിട്ട് ബെഡിൽ പോയി ഉറങ്ങുന്നതായിരുന്നു ശീലം. went. ഗോയുടെ V2 ഫോം. ഹി എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കുന്നില്ല. ആര് വരും? പാസ്റ്റ് ആണോ ഡിഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ V2 എന്ന് പറയുന്ന വെർബ് വരും. അതുപോലെ കഴിഞ്ഞു പോയ പഴയ കാര്യങ്ങൾ പറയാൻ അപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത്? പണ്ട് നടന്നിട്ട് നമ്മുടെ പണ്ടത്തെ പതിവായിട്ടുള്ള നമ്മുടെ ശീലങ്ങൾ പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇപ്പൊ അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ടൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആളുകൾ കൂടുതൽ ഗ്രാമർ ആണെങ്കിലും അതിലും ആളുകൾ റിസർച്ച് ചെയ്യുന്നു, കൂടുതൽ ഡൗട്ടുകൾ ചോദിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പൊ ഒരു കൺഫ്യൂഷൻ. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു? പണ്ടത്തെ കാര്യം പറയാന് പാസ്റ്റിന്റെ സഹായമൊക്കെ അങ്ങ് നിർത്തി. എന്നിട്ട് ആളുകൾ എന്ത് ചെയ്തു എന്നറിയോ? യൂസ്ഡ് ടു V1. ഈ യൂസിലിറ്റി വരുമ്പോ നമ്മുടെ പാസ്റ്റിന്റെ ആളാകെ മാറിപ്പോയിട്ടോ. V1 ആയി. V1 എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഫോം ആയി. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിൾ പാസ്റ്റിൽ നിന്നും ഹാബിച്വൽ ആക്ഷൻസിന് ഒരു മാറ്റം വരുത്തി യൂസിലിറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് പറയാം. ഐ സാങ് എ സോങ്. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഐ സാങ് എ സോങ്. ഓക്കെ, എന്താണ്? ഞാനൊരു പാട്ട് പാടി. എന്താണ്? ഞാനൊരു പാട്ട് പാടി. പണ്ടത്തെ ഒരു കാര്യാട്ടോ. പക്ഷേ അതിന് രണ്ടർത്ഥമുണ്ട്. ഞാൻ
പാട്ട് പാടാറുണ്ടായിരുന്നു. ഞാൻ പാടാറുണ്ടായിരുന്നു എന്നുള്ളൊരു മീനിങ് വരും. എന്തിന്? സാങ്ങിന്. ഓക്കെ, ഞാൻ പാടി, ഞാൻ പാടാറുണ്ടായിരുന്നു എന്ന് രണ്ട് മീനിങ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഐ സാങ്ങിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? ആളുകൾക്ക് ഡൗട്ട് വന്നു. ഡൗട്ട് വരുമ്പോൾ ചോദ്യം വരും, ചോദ്യം വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ വരും. അങ്ങനെ വന്നൊരു സൊല്യൂഷനാണ് യൂസ്ഡ് ടു. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഐ സാങ് എന്ന് പറയുന്ന ഈ ഒരു വെർബിന് പകരം യൂസ്ഡ് ടു യൂസ് ചെയ്തു. യൂസ്ഡ് ടു യൂസ് ചെയ്യുമ്പോൾ സാങ് ആരായി മാറി? V1 ആയിട്ട് മാറി, സിങ്. ഓക്കെ, ഇപ്പോ ഐ യൂസ്ഡ് ടു സിങ് എന്നായി മാറി. സാങ്ങിന് പകരം ഐ യൂസ്ഡ് ടു സിങ് എ സൂപ്പർ സോങ്. ഓക്കെ, ഞാനൊരു അടിപൊളി പാട്ട് പാടാറുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അപ്പോഴും മീനിങ് വരുന്നത്. V1 വരുമ്പോ നിങ്ങൾ പ്രസന്റ് ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ യൂസ്ഡിന്റെ കൂടെ അവിടെ ED കണ്ടോ? ഈ ED ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ V1 ചേർത്തത്. ഓക്കെ, ഇത് അപ്പോഴും ഇതെന്തെന്നെയാണ്? പാസ്റ്റ് ഹാബിച്വൽ ആക്ഷൻ തന്നെയാണ്. പക്ഷെ പറയാൻ ഒരു യൂസ്ഡ് ടു മാറ്റി എന്ന് മാത്രം. ഓക്കെ, ഒരു എക്സാമ്പിൾ. കാവ്യ യൂസ്ഡ് ടു സ്റ്റഡി മെനി ഹവേഴ്സ് എവറി ഡേ. നമ്മളിത് ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. കാവ്യ സ്റ്റഡീഡ് എന്നായിരുന്നു അല്ലെ? കാവ്യ സ്റ്റഡീഡ് എന്നായിരുന്നു അല്ലെ? കാവ്യ സ്റ്റഡീഡ് എന്ന് പറയുന്ന വാക്കിന് പകരമാണ് യൂസ്ഡ് ടു എന്ന് ചേർത്തത്. കാവ്യ സ്റ്റഡീഡ് മെനി ഹവേഴ്സ് എവറി ഡേ. കാവ്യ സ്റ്റഡീഡ് മെനി ഹവേഴ്സ് എവറി ഡേ എന്നായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. അന്നും ഇതിന് കറക്റ്റ് ആയിട്ട് മീനിങ് ഉണ്ടായിരുന്നു, ഒരു മാറ്റം വന്നില്ല. കാവ്യ സ്റ്റഡീഡ് മെനി ഹവേഴ്സ് ഡേ എവറി ഡേ. കാവ്യ പണ്ട് എന്തായിരുന്നു? ഒരുപാട് സമയം പഠിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നു. കൺഫ്യൂഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എന്തായി? ഈ സ്റ്റഡീഡിന് പകരം യൂസ്ഡ് ടു സ്റ്റഡി ആയി. യൂസ്ഡ് ടു സ്റ്റഡി ആകുമ്പോൾ ഈ സ്റ്റഡീഡിന് യൂസ്ഡ് ടു യൂസ് ചെയ്യുമ്പോൾ സ്റ്റഡി ആയി മാറി. ഓക്കെ, ഇതിന്റെ ED ഫോം മാറി. അങ്ങനെയാ ഇപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ നടന്ന പഴയ നമ്മുടെ ശീലങ്ങൾ പറയാൻ എന്താണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ടു ആണ് ഇപ്പൊ പതിവായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതും ശരിയാണ്, തെറ്റല്ല. ആളുകളുടെ കൺഫ്യൂഷൻസ് കാരണമാണ് ഇപ്പൊ പ്രസന്റ്ലി യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും അത് സിമ്പിൾ പാസ്റ്റ് തന്നെയാണ്, മറക്കരുത്. ഓക്കെ, ദെൻ വിത്ത് ഡിഡ് സ്ട്രെസ്ഡ് ഫോം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാൻ സിമ്പിൾ പാസ്റ്റിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡു ഡസ്. ഡൂം ഡസും എന്തിനങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഒരു കാര്യം പറഞ്ഞു. എന്തായിരുന്നു? സ്ട്രെസ് കൊടുക്കാൻ അല്ലെ? കുറച്ച് സ്ട്രോങ് ആയിട്ട് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഡൂം ഡസും അല്ലെ? ഡൂം ഡസും യൂസ് ചെയ്തില്ലെങ്കിലും മീനിങ് അവിടെ വരും. പക്ഷെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നമുക്ക് കാര്യം പറയണ്ടേ? കാര്യം സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ ഡൂം ഡസും വേണം. അതുപോലെ നമുക്ക് പാസ്റ്റിലെ കാര്യം എന്താ സ്ട്രോങ് ആയിട്ട് പറയണ്ടേ? പറയണം. അങ്ങനെ പാസ്റ്റിലെ കാര്യം നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? ഡിഡിന്റെ സഹായം വേണം. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഹി പണിഷ്ഡ് ദ ചിൽഡ്രൻ. അവൻ എന്ത് ചെയ്തു? ആ കുട്ടികളെ പണിഷ് ചെയ്തു. അവൻ ആ കുട്ടികളെ പണിഷ് ചെയ്തു. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ പറയുന്നത്, അവൻ ആ കുട്ടികളെ പണിഷ് ചെയ്തു. ഓക്കെ, പക്ഷെ നമുക്കത് പോരാ. അതൊരു ഒന്നൊന്നര പണിഷ്മെന്റാ. അത് നമുക്ക് കുറച്ച് സ്ട്രോങ് തന്നെ പറയണം. അത് നിസ്സാര പണിഷ്മെന്റ് അല്ല. ഓക്കെ, അവനത് ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൻ അങ്ങനെ പണിഷ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് കുറച്ച് സ്ട്രോങ്ങിൽ പറഞ്ഞാലല്ലേ അതങ്ങ് ഏൽക്കുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹി ഡിഡ് പണിഷ് ദ ചിൽഡ്രൻ. അവൻ ആ കുട്ടികളെ പണിഷ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഡു ഡസ് ഡിഡ്. ആരാണ് അവര് ഗ്രാമറിലെ രാജാക്കന്മാരാണ്. അവര് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നമുണ്ട്. രാജാവ് അവിടെ ഉണ്ടാകുമ്പോ വേറെ ആർക്കും ഒന്നും ചെയ്യാനുള്ള അവകാശമല്ല. എന്തെങ്കിലും ഒരു മാറ്റത്തിൽ വരുത്തി കഴിഞ്ഞാൽ ഈ രാജാവിന് അത് ഇഷ്ടപ്പെടില്ല. ഐ മീൻ ഡു ഡസ് ഡിഡിന് അത് ഇഷ്ടപ്പെടില്ല. കണ്ടേ, ഇവിടെ കണ്ടോ പണിഷ്ഡ് ആയിരുന്നു അല്ലെ? ഇവിടെ വെർബ് എന്തായിരുന്നു? പണിഷ്ഡ് ആയിരുന്നു. ഇവിടെ നമ്മുടെ രാജാവ് വന്നു. എന്ത്? ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി രാജാവ് വന്നപ്പോ രാജാവ് സ്ട്രോങ് ആകുമ്പോൾ കൂടി ആര് മാറി? പണിഷായി അല്ലെ? V1 ആയി അല്ലെ? എന്തായി? വെർബിന് വന്ന മാറ്റമൊക്കെ രാജാവ് അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഡിഡായി. ഓക്കെ, അപ്പോ ഡിഡ് വരുമ്പോ ഒരു കാര്യം മറക്കരുത്. ഡിഡ് വരുമ്പോ വെർബിലുള്ള മാറ്റം എല്ലാം പോവും. വെർബ് സാധാ വെർബാവും. ഓക്കെ, സിമ്പിൾ വെർബ്. ഓക്കെ,
അപ്പോ ഇവിടെ ആരാണ് രാജാവ്? ഡിഡ് ആണ്. ഡിഡ് അങ്ങനെ രാജാവ്. രാജാവ് വരുമ്പോ തന്നെ എന്താ? സ്ട്രോങ് അല്ലേ, സ്ട്രെസ് അല്ലേ? ഓക്കെ, അപ്പൊ സ്ട്രെസ് ഫോമിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു എക്സാമ്പിൾ. ഐ ഡിസ്ട്രോയിഡ് ഇറ്റ്. അത് ഞാൻ നശിപ്പിച്ചു. ഡിസ്ട്രോയിഡ് ഇറ്റ് അല്ലെ, നശിപ്പിച്ചു. ഓക്കെ, പോരാ, അങ്ങനെയൊന്നും നശിപ്പിക്കാൻ പാടില്ലാത്ത സാധനമായിരുന്നു അത് അല്ലെ. അതൊന്നും നശിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഒന്നൊരു സാധനം, അത് അത്ര അമൂല്യമായതായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അത്രയും അമൂല്യമായിട്ടുള്ളൊരു സാധനം നശിപ്പിച്ചു എന്ന് പറയാൻ കുറച്ച് സ്ട്രോങ് ആവാം അല്ലെ. ഐ ഡിഡ് ഡിസ്ട്രോയ് ഇറ്റ്. എന്താണ്? ഐ ഡിഡ് ഡിസ്ട്രോയ് ഇറ്റ്. കുറച്ച് സ്ട്രെസ്സിൽ അങ്ങ് പറഞ്ഞു. സ്ട്രെസ്സിൽ പറയുമ്പോ ശ്രദ്ധിക്കുക, എന്തായി മാറി? രാജാവ് ഇവിടെ വന്നപ്പോ വെർബൊക്കെ സാധാരണ ആളായി മാറി അല്ലെ, ഡിസ്ട്രോ ആയി മാറി. AD ഫോം ഒക്കെ അങ്ങ് എടുത്തു കളഞ്ഞു. ദെൻ വി പ്രൊട്ടസ്റ്റഡ്. വി ഡിഡ് പ്രൊട്ടസ്റ്റഡ്. അതിൽ നിങ്ങൾക്ക് കാണാം എന്താണ്? പ്രൊട്ടസ്റ്റഡ്. ഡിഡ് വന്നപ്പോ പ്രൊട്ടസ്റ്റിന്റെ ED ഫോം എടുത്തു കളഞ്ഞു. അപ്പൊ ഇതിൽ നിന്ന് ഒന്നേ ഉള്ളൂ, ഡിഡ് വരുന്നത് എന്ത് ചെയ്യാനാണ്? വേർഡിനെ, ആ സെന്റൻസിനെ ഒന്ന് സ്ട്രോങ് ആക്കി പറയാനാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊന്ന് സ്ട്രോങ് ആക്കി പറയാൻ ഡിഡ് വരും. ഡിഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിലെ ഡിഡ് എന്താണ്? രാജാവല്ലേ. രാജാവ് വരുമ്പോ അതിലെ വെർബിന് ഒരു മാറ്റം വരാൻ പാടില്ല. വെർബ് V1 ആവും. എന്താവും? ബേസ് ഫോം ആവും. ഓക്കെ, ദെൻ ഓക്കെ, ഇത്രയാണ് എന്തുള്ളത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉള്ളത്. മനസ്സിലായില്ലേ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാനില്ല. പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സിമ്പിൾ ആയിട്ട്, ഓക്കെ, പാസ്റ്റിൽ നടന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറയാൻ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യും. സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഫോം എന്താണ്? ഒന്നുമല്ല, എന്താണ്? ഡിഡ് പ്ലസ് V2 ഫോം. ഡിഡ് പ്ലസ് V2 ഫോം ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ നമുക്കിനി അടുത്ത ടെൻസ്, നമ്മുടെ പാസ്റ്റ് ടെൻസിലെ രണ്ടാമത്തെ ടെൻസ് ആയിട്ടുള്ള പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ നമ്മൾ എന്താ? പ്രസന്റ് കണ്ടിന്യൂസിനെ ഒന്ന് ഓർക്കണ്ടേ? ഓർക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിരുന്നു? പ്രസന്റിൽ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് എന്ത് യൂസ് ചെയ്തത്? പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തത് അല്ലെ. പ്രസന്റിൽ കണ്ടിന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു? പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തു. അപ്പൊ പിന്നെ പാസ്റ്റിലും ചില കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ആയിട്ട് നടന്നിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ പാസ്റ്റില് കണ്ടിന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. ഭൂതകാലത്തിൽ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി അതിന്റെ ഫോം നോക്കാം, അതിന്റെ ഫോർമാറ്റ് നോക്കാം. സബ്ജക്ട് വാസ് വേർ. ഈ വാസും വേർ ആരാ? അത് നമ്മുടെ ഈസും ആമും ആറും ഇല്ലേ? പ്രസന്റ് ഫോമത്തെ, സിമ്പിൾ പ്രസന്റ് ഫോമത്തെ ഈസും വാസും ഈസും ആമും ആറും ഇല്ലേ? അവരുടെ ജ്യേഷ്ഠന്മാരായിട്ട് വരും കേട്ടോ. ഇത് നമ്മുടെ ഈസ് ആം ആർ ആയിരുന്നു. എന്ത്? ഈസും ആമും ആറ് പ്ലസ് ING ഫോം ആയിരുന്നു നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസ്. ഇവരുടെ ആരാണ് ഇത്? ഇവരുടെ വലിയ ജ്യേഷ്ഠന്മാരാട്ടോ ഇത്. ആര്? വാസും വേറും. ഓക്കെ, അപ്പോ വാസ് വേർ പ്ലസ് വേർ പ്ലസ് ING കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ ഒന്നും നോക്കണ്ട, ആൾ ഇവിടെ വേണം. ആര്? ING ഫോം ഇവിടെ വേണം. ഓക്കെ, കണ്ടിന്യൂസ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ആര് വേണം? വെർബിന്റെ ING ഫോം വേണം. കണ്ടിന്യൂസ് ടെൻസിന് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വാസും വേറും ആണ്. പക്ഷേ ഇവിടെ വരുമ്പോ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇതിൽ മാറ്റം വന്നിട്ടുള്ള ആളെ ഞാൻ പറയാം. ആദ്യം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ആരെയാണ് യൂസ് ചെയ്യേണ്ടത്? ഒരു സംശയവും വേണ്ട, വാസിനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ വാസ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, സിംഗുലർ എന്ന് പറയുമ്പോ ഒറ്റയാൾ അല്ലെ. ഹി ഷീ ഇറ്റ്. ഇവിടെതാ നമ്മൾ ഇത്രയും സമയം ഞാൻ പ്ലൂരലാണെന്ന് പറഞ്ഞിരുന്ന ഐ അല്ലെ, ഇവിടെ ആരായി? പാസ്റ്റിലായപ്പോ ആളങ്ങ് ചെറുതായി പോയി. പ്രസന്റിൽ മാത്രമായിരുന്നു എന്ത്? അത്യാവശ്യം വലിയൊരാളായി പ്ലൂരലാന്നൊക്കെ പറഞ്ഞു നിന്ന്. പാസ്റ്റിലോട്ട് എത്തിയപ്പോ എന്ത് സംഭവിച്ചു? ഇതാ കിടക്കുന്നത്. ആരായി? സിംഗുലറായി. ഐ ആരായി? സിംഗുലറായി. ഓക്കെ, ഇനി അങ്ങോട്ട് അത് നല്ല പോലെ ഓർത്തു വെച്ചോണം. പാസ്റ്റിലെത്തിയോട് കൂടി പ്രസന്റത്തെ ഐ എങ്ങായി ആളായി മാറി? സിംഗുലർ ആയിട്ട് മാറി. ഓക്കെ, ദെൻ പ്ലൂരൽ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഒന്നിൽ കൂടുതലുള്ളതാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? വേറാണ് യൂസ് ചെയ്യേണ്ടത്.
ഓർത്ത് വെക്കുക. ചില കാര്യങ്ങൾ ഓർത്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവുക. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? വാസ് യൂസ് ചെയ്യും. അതിലത് നമ്മുടെ ഐ പോയി കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ദെൻ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ എന്താ യൂസ് ചെയ്യാ? ഒരു സംശയം വേണ്ട, വേറെ തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോ ഫോർമാറ്റ് എന്താണ്? സബ്ജക്ട് വാസ് വേർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ്. ദെൻ ഇനി നമുക്ക് യൂസ് നോക്കാം അല്ലെ? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ യൂസ് നോക്കാം. ഫസ്റ്റ് വൺ, to express a continuous action which was going on in the past. പാസ്റ്റിലെ ഒരു ആക്ഷൻ കണ്ടിന്യൂ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. പ്രസന്റിലെ ഒരു ആക്ഷൻ കണ്ടിന്യൂ ആയിട്ട് നടക്കുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പാസ്റ്റിലെ ആക്ഷൻ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലെ? പാസ്റ്റിലെ ആക്ഷൻ കണ്ടിന്യൂ ആയിട്ട് നടക്കുകയാണ്. പക്ഷേ അത് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. എന്ത്? പാസ്റ്റ് തന്നെ ആൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ പ്രസന്റിൽ അങ്ങനെയല്ലായിരുന്നു, ആൾ അവസാനിച്ചില്ല, അങ്ങ് പോവായിരുന്നു, നിർന്നിട്ടില്ലായിരുന്നു. ആ ടൈമിലും പാസ്റ്റിൽ എന്താണ്, പ്രസന്റിൽ എന്താണ്, തീർന്നിട്ടില്ലായിരുന്നു. ആ ആക്ഷൻ കണ്ടിന്യൂ ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രസന്റില് പാസ്റ്റിൽ ആക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയിട്ട് പാസ്റ്റിൽ തീർന്നിട്ടുണ്ട് കേട്ടോ. പാസ്റ്റിൽ ആക്ഷൻ കണ്ടിന്യൂ ആയെങ്കിലും അവിടെ വെച്ച് തീർന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഇടയിലുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള പ്രോസസ് ഇല്ലേ, അത് പറയാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദ ചിൽഡ്രൻ വെർ പ്ലേയിങ് ക്രിക്കറ്റ്. കുട്ടികൾ എന്താണ്? ദ ചിൽഡ്രൻ വെർ പ്ലേയിങ് ക്രിക്കറ്റ്. കുട്ടികൾ എന്താണ്? ക്രിക്കറ്റ് കളിച്ചുകൊണ്ടേയിരുന്നു. കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു. എന്താണ്? ഇപ്പൊ കളിക്കുന്നില്ല കേട്ടോ. കുട്ടികൾ ഒരുപാട് നേരം അവിടെ എന്തായിരുന്നു? ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു. ചിൽഡ്രൻ എന്താണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ വരുമ്പോ എന്ത് വരും? പ്ലൂറൽ വരുമ്പോ എന്താ വരിക? വേറെ വരും. കൂടെ ആര് വേണം? കണ്ടിന്യൂ ആണോ? വെർബിന്റെ കൂടെ എന്താണ്? നിർബന്ധമാണ്. ആര്? ING ഫോം നിർബന്ധമാണ്. ഓക്കെ, ദെൻ I was attending the conference. I was, കണ്ടോ ഐയുടെ സ്വഭാവമൊക്കെ മാറി കേട്ടോ. നിങ്ങൾ കണ്ടോ ഐ ആരായി? സിംഗിൾ ആയില്ലേ? സിംഗുലർ ആയി. I was attending the conference. ഐ സിംഗിൾ ആയി, വാസ് വന്നു, ING വന്നു അല്ലെ? ഞാൻ ആ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ കോൺഫറൻസ് ഇല്ല കേട്ടോ, ഇപ്പൊ തീർന്നു. പക്ഷെ പാസ്റ്റിൽ ഒരുപാട് നേരം ആ വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ to show that some past actions went on for a long time. കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി വളരെ നേരത്തേക്ക് തുടർന്നു കൊണ്ടിരുന്നു എന്ന് കാണിക്കാൻ. ഓക്കെ, പറഞ്ഞത് തന്നെ ഒരു ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാന്നേ ഉള്ളൂ. കഴിഞ്ഞു പോയ ഒരു പ്രവൃത്തി, പാസ്റ്റിൽ നടന്ന ഒരു പ്രവൃത്തി കുറച്ച് ലോങ് ടൈമായിട്ട്, ഓക്കെ, കുറച്ച് ലോങ് ടൈമായിട്ട് നടന്നിരുന്നു എന്ന് കാണിക്കുവാനാണ് അടുത്തത് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം. She was singing the whole night. ഓക്കെ, കഴിഞ്ഞ രാത്രി അവർക്ക് എന്തായിരുന്നു പരിപാടി എന്ന് നിങ്ങൾ ഒരാളോട് ചോദിക്കുമ്പോൾ അവർ പറയാണ് ആ റൂമിൽ നിന്ന് കഴിഞ്ഞ രാത്രി കംപ്ലീറ്റ് ഫുൾ ടൈം അവർക്ക് എന്തായിരുന്നു പണി? പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി അവർ കംപ്ലീറ്റ് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റിൽ ഒരുപാട് ടൈം നീണ്ടുപോയി. ഓക്കെ, ഷീ വാസ് സിംഗിങ് ദ വോൾ നൈറ്റ്. ആ വോൾ നൈറ്റ് അവൾ എന്തുതന്നെയായിരുന്നു? പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ എന്താണ്? സിംഗുലർ വരുമ്പോ എന്ത് വരും? വാസ് വരും. കൂടെ ആരുണ്ട്? കണ്ടിന്യൂസ് ടെൻസിന്റെ സ്വന്തം ആളായിട്ടുള്ള ING ഫോം ഓഫ് ദ വെർബും ഉണ്ട്. ഓക്കെ, ദെൻ I was studying very hard the whole of the last week. ലാസ്റ്റ് വീക്ക് കംപ്ലീറ്റ് എന്തായിരുന്നു പരിപാടി? I was studying, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ആരായിട്ടുണ്ടത്? മറന്നോ? പാസ്റ്റിലെത്തിയപ്പോ ഐ ആരായി? മറക്കരുത്. ആരായിട്ടുണ്ട്? സിംഗിൾ ആയിട്ടുണ്ട്. ഐ മീൻ സിംഗുലർ ആയിട്ടുണ്ട്. സിംഗുലർ ആയപ്പോ സ്വാഭാവികമായിട്ടും വാസുള്ളൂ. ദെൻ ING ഫോം ഓഫ് ദ വെർബ്. അതുപോലെ ഇതാ ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ വീക്ക്, പാസ്റ്റ് ആട്ടോ. ഓക്കെ, ദെൻ the boys and the girls were fighting all the time. ബോയ്സിനും ഗേൾസിനും
എപ്പോഴും ഫുൾ ടൈം എന്താണ് പണി? അടികൂടി തന്നെ, ഫൈറ്റ് ചെയ്യുന്നതാണ് പണി. ഓക്കെ, ബോയ്സ് ആൻഡ് ഗേൾസ് എന്തായി? പ്ലൂറൽ ആയില്ലേ? ബോയ്സും ഗേൾസും കൂടെ വരുമ്പോ എന്തായി മാറും? പ്ലൂറൽ ആയിട്ട് മാറും. പ്ലൂറൽ വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ വേർ വരും, കൂടെ ആര് വരും? ING ഫോം ഓഫ് ദ വെർബ് അല്ലെ? ING ഫോം ഓഫ് ദ വെർബും വരും. Then yesterday ഇന്നലെ, ഈവനിങ് വി were watching a movie. ഇന്നലെ ഈവനിങ്ങിൽ എന്തായിരുന്നു പരിപാടി? ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മൂവി എന്താ? 2 മിനിറ്റ് ആണോ? അല്ല, 2.5-3 മണിക്കൂറൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ ഒരു മൂവി. അപ്പോ അത്രയും കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു പ്രോസസ് യെസ്റ്റർഡേ നടന്നത് പറയാനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ടുള്ളത്? പ്രസന്റ് പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുള്ളത്. Then they were traveling around Europe for several months ആയിട്ട് അവർക്ക് ഇപ്പൊ എന്താണ് പരിപാടി? ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെ? യൂറോപ്പിൽ. ഓക്കെ, ദാ പ്ലൂറൽ വന്നു, ദേ വന്നു, പ്ലൂറൽ ആകുമ്പോ വേർ വരും, ING ഫോം ഓഫ് ദ വെർബും വന്നു. ഓക്കെ, then we were living in that neighborhood for a decade. ഇവിടെയും എന്തുതന്നെയാണ് വന്നിട്ടുള്ളത്? വി പ്ലൂറൽ വരുമ്പോ എന്ത് വരും? വേർ വരും, ING ഫോം ഓഫ് ദ വെർബ് വരും. ഇതിൽ നിന്ന് ഒന്നും മനസ്സിലാക്കാനുള്ള കാര്യം വളരെ സിമ്പിൾ ആണ്. പ്രസന്റിൽ കണ്ടിന്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെൻസ് യൂസ് ചെയ്യണം? പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ കണ്ടിന്യൂ ആയി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പാസ്റ്റിൽ ഒരാക്ഷൻ കുറച്ച് കൂടുതൽ കാലത്തേക്ക് നടന്നിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ടൈമിൽ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യണം. ഓക്കെ, then to express an action which was going on when another action happened in the past. Okay, ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു കാര്യം നടന്നു എന്ന് കാണിക്കാൻ. എന്താണ്? ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു കാര്യം നടന്നു എന്ന് കാണിക്കാൻ. ഓക്കെ, ഐ മീൻ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഞാനിപ്പോ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവിടെ എന്താണ്? മക്കൾ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മക്കൾ അവിടെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ മീൻ അച്ഛൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ മക്കൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ആക്ഷൻ നടന്നു അല്ലെ? ഒരു കാര്യം നടന്നുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു കാര്യം അതിൻ്റെ ഉള്ളിലോട്ട് ഇന്ററപ്റ്റ് ചെയ്തു. ഓക്കെ, to express an action which was going on when another action, ഒരു ആക്ഷൻ ഗോയിങ് ഓൺ ആണ്, ഒരു ആക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആക്ഷൻ ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റിൽ മറ്റൊരു ആക്ഷൻ കൂടെ അതിന്റെ ഉള്ളിലോട്ട് കയറി ചെന്ന് 2 ആക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. ഒരു ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുവായിരുന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? മറ്റൊരു ആക്ഷൻ കൂടെ അതിന്റെ കൂടെ നടന്നത്. അങ്ങനെ നടക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഏത് ടെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അത് കണ്ടിന്യൂ തന്നെ ആയിരിക്കും. ഐ മീൻ അച്ഛൻ വന്നു കയറിയപ്പോൾ മക്കൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ ഏതാണ്? കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ 2 പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ യൂസ് ചെയ്യേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും. ഇടയിൽ വെച്ച് നടന്ന കാര്യം, ഇടയിൽ ആരും അങ്ങോട്ട് കയറി ചെന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കണ്ടിന്യൂ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. ഇടയിൽ കയറിയ ആൾക്ക് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ് ഇടയിൽ നടന്ന കാര്യങ്ങൾ പറയാൻ യൂസ് ചെയ്യാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. When the phone rang, she was studying. When the phone rang, she was studying. എന്താണ്? ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ പഠിക്കുകയായിരുന്നു. ഇതിൽ ഏത് പ്രവൃത്തിയായിരിക്കും ആദ്യം നടന്നിട്ടുണ്ടാവുക? ഒരു സംശയവും വേണ്ട. ഇതിൽ ആദ്യം നടന്ന പ്രവൃത്തി എന്താണ്? ഷീ വാസ് സ്റ്റഡിയിങ്. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. അത് മാത്രമല്ല, അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഏതാണ്? ഷീ വാസ് സ്റ്റഡിയിങ് എന്നാണ്. കുറെ നേരമായിട്ട് ആ മോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ കുറെ നേരമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെന്നത്? ഫോൺ ഒന്ന് ബെല്ലടിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ when the phone rang അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ? സിമ്പിൾ പാസ്റ്റ് ആണ് when the phone rang. കണ്ടോ, ഫോൺ റാങ്
എന്താണ് ഡിഡ് ഫോം. ഓക്കെ, വെൻ ദ ഫോൺ റാങ് എന്നുള്ളത് സിമ്പിൾ പാസ്റ്റും ഇതെന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതെന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ രണ്ട് ആക്ഷൻ ആണ് ഒരേ ടൈമിൽ നടന്നിട്ടുള്ളത്. രണ്ട് ആക്ഷൻ ഒരേ ടൈമിൽ പാസ്റ്റിൽ നടന്നാൽ മറക്കരുത്, രണ്ട് ആക്ഷൻ ഒരേ ടൈമിൽ പാസ്റ്റിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ പാസ്റ്റ് കണ്ടിന്യൂസിലും ഇടയിൽ കയറി ചെന്ന ആക്ഷൻ, ഇടയിൽ വന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലും യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് മറ്റേ എക്സാമ്പിൾ നോക്കാം. When I came into the room, ഞാൻ റൂമിൽ കയറി ചെല്ലുമ്പോൾ she was dancing. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ ഏതാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി? നിങ്ങൾ ഇതിന്റെ മീനിങ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഷി വാസ് ഡാൻസിങ്. ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? വെൻ ഐ കെയിം ഇൻ ടു ദ റൂം, അതിലോട്ട് ശല്യമായിട്ട് ആര് കയറി ചെന്നു? വെൻ ഐ കെയിം ഇൻ ടു ദ റൂം, ഞാൻ അതിനുള്ളിലോട്ട് കയറി ചെന്നപ്പോഴാണ് ഡാൻസ് കളിക്കുന്നത്. സംശയമൊന്നും വേണ്ട, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഏതാണ്? ഷി വാസ് ഡാൻസിങ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇതോ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, then they were watching a movie when I entered the room. They were watching a movie. അവർ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? when I entered the room, ആ ടൈമിലാണ് എന്ത് സംഭവിച്ചത്? I entered the room, ഞാൻ ആ റൂമിലോട്ട് കയറി ചെന്നപ്പോൾ അവരെന്ത് ചെയ്യായിരുന്നു? ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് എന്ത്? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, when I entered the room ആണ് എന്ത്? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അതിൽ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്തായിരുന്നു? they were watching movie. കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്തായിരുന്നു? they were watching movie. ആ പ്രവൃത്തിയാണ് എന്ത്? നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, then the girl was riding her motorbike when a truck hit her. ഒരു ട്രക്ക് അവളെ ഹിറ്റ് ചെയ്യുമ്പോൾ അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? the girl was riding her motorbike. അവൾ മോട്ടോർ ബൈക്കും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? when a truck hit her. Okay, when a truck hit her, അവളെ ഒരു വണ്ടി കുത്തിയത് എന്തായിരുന്നു? ട്രക്ക് ഇടിച്ചത് ആ ടൈമിലായിരുന്നു. ഇതിൽ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി the girl was riding എന്നാണ്. അതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്തിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലും മറ്റേത് സിമ്പിൾ പാസ്റ്റിലുമാണ്. ഓക്കെ, then when I entered the class, ഞാൻ ക്ലാസ്സിൽ കയറി ചെല്ലുമ്പോൾ, ഞാൻ ക്ലാസ്സിലോട്ട് പ്രവേശിക്കുമ്പോൾ the students were singing and dancing. അല്ലെ, ഇത് സ്ഥിരമാണ് അല്ലെ, നമ്മുടെ സ്കൂളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. സാറന്മാര് ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോ എന്താ അവിടെ നടക്കാറുള്ളത്? കുട്ടികളെല്ലാവരും എന്ത് ചെയ്യായിരുന്നു? സിംഗിങ് ആൻഡ് ഡാൻസിങ്. അവര് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? സ്റ്റുഡൻസ് were singing and dancing. അതാണ് ഇതിലെന്ത്? പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, when I entered the class ആണ് ഇതിലെ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, then when he came in we were playing card. ഓക്കെ, കയറി വന്നപ്പോ എന്തായിരുന്നു? അവൻ വീട്ടിലോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും അവൻ കയറി ചെന്നപ്പോൾ അവിടെ എന്തായിരുന്നു? we were playing card. അവർ എന്ത് ചെയ്തായിരുന്നു? ഞങ്ങളവിടെ കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ രണ്ട് സെന്റൻസ് പാസ്റ്റിൽ വരികയും ഒരു സെന്റൻസിന്റെ ഇടയിൽ മറ്റൊരു സെന്റൻസ് കയറി ഇന്ററപ്റ്റ് ചെയ്ത് വരികയും അതിൽ ഒരു സെന്റൻസ് എന്താണ്? കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നതുമാണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന സെന്റൻസ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും അതിൽ ഇന്ററപ്റ്റ് ആയിട്ട് നടന്ന കാര്യം ഉണ്ടല്ലോ, അതിന്റെ ഇടയിലൂടെ ചെന്നപ്പോൾ നടന്ന കാര്യം, അത് നമ്മൾ സിമ്പിൾ പാസ്റ്റിലുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then two actions which were going on at the same time in the past. Okay, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ
അതിന് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ 2 പ്രവൃത്തി നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു പ്രവൃത്തി മാത്രമാണ് കണ്ടിന്യൂ ആയിട്ട്, അല്ലെ? അച്ഛൻ കയറി ചെന്നപ്പോൾ കുട്ടികൾ കളിക്കുകയായിരുന്നു. കുട്ടികൾ കളിക്കുന്നത് മാത്രമാണ് അതിൽ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നത്. അച്ഛൻ കയറി ചെല്ലുന്നത് അതിൽ എന്തല്ല, കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന പ്രോസസ് അല്ല. പക്ഷെ പാസ്റ്റ് തന്നെ 2 പ്രവൃത്തി, 2 ആക്ഷനും കണ്ടിന്യൂ ആയിട്ടാണ് പാസ്റ്റിൽ തന്നെ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ വെന്നിന് പകരം ആരെ യൂസ് ചെയ്യണം? വെന്നിന് പകരം നമ്മൾ അവിടെ ആരെ യൂസ് ചെയ്യണം? വൈലിന് യൂസ് ചെയ്യണം. വൈൽ മീൻസ് വേളയിൽ, ആ വേളയിൽ എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വൈൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ വേളയിൽ എന്നൊക്കെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വൈൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അത് യൂസ് ചെയ്യേണ്ട സാഹചര്യം എങ്ങനെയാ വന്നത്? 2 പ്രവൃത്തിയും എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നടക്കുന്നതാണ്. ഓക്കെ, വെൻ യൂസ് ചെയ്തപ്പോ ഒരു പ്രവൃത്തി മാത്രമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് നടന്നിരുന്നത്, ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് അല്ലായിരുന്നു. പക്ഷെ ഇവിടെ വൈൽ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ 2 പാസ്റ്റിൽ നടക്കുന്ന 2 കാര്യം എന്താണ്? കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടും എന്താണ്? നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, വൈൽ ഐ വാസ് സ്റ്റഡിയിങ് ഷി വാസ് പ്ലേയിങ് മ്യൂസിക്. വീട്ടില് ഒരാള് ഐ വാസ് സ്റ്റഡിയിങ്, ഞാൻ പഠിക്കുന്ന ആ വേളയിൽ ഷി വാസ് പ്ലേയിങ് മ്യൂസിക്. എന്തായിരുന്നു? ഞാൻ പഠിക്കുന്ന വേളയിൽ എന്തായിരുന്നു? ഷി വാസ് പ്ലേയിങ് മ്യൂസിക്. അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടും എന്താണ്? കണ്ടിന്യൂ ആയിട്ടുള്ള പ്രോസസ്സാണ്. രണ്ടും എന്താണ്? പാസ്റ്റിൽ നടന്നിട്ടുള്ളതുമാണ്. ഓക്കെ, ദെൻ while I was driving he was sleeping. അല്ലെ, നിങ്ങൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് അല്ലെ? ഒരാൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്? അടുത്ത ആൾ എന്താണ്? ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. while I was driving, ഞാൻ ഡ്രൈവ് ചെയ്ത് ആ വേളയിൽ, ആ ടൈമിൽ എന്തായിരുന്നു? he was sleeping, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. while I was coming back home it was raining heavily. ഞാൻ വീട്ടിലോട്ട് മടങ്ങി വരുമ്പോൾ എന്തായിരുന്നു? നല്ല മഴയായിരുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം, രണ്ട് കണ്ടിന്യൂസ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഐ വാസ് ഡ്രൈവിംഗ്, വാസ് ഐ എൻ ജി, 2 കണ്ടിന്യൂസ് ടെൻസ് ആണ് വന്നിട്ടുള്ളത്. 2 കണ്ടിന്യൂസ് ടെൻസ് ഒരേ ടൈമിൽ വരുമ്പോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വെന്നിന് പകരം എന്താണ് മക്കളെ? വൈലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ടു എക്സ്പ്രസ് പെർസിസ്റ്റന്റ് ഹാബിറ്റ്സ് ഇൻ ദ പാസ്റ്റ്. സ്ഥിരമായിട്ടുള്ള പഴയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, സ്ഥിരമായിട്ടുള്ള പഴയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് തന്നെയാണ്. എന്താണ്? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നമ്മൾ പഴയ കാലങ്ങൾ, സ്ഥിരമായിട്ടുള്ള പഴയ ശീലങ്ങൾ അല്ലെ, പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് പറയാൻ വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഗ്രാമർ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, ഹി വാസ് ഓൾവേസ് കംപ്ലൈനിങ്. ഇല്ലേ, നിങ്ങൾക്കറിയാം അങ്ങനെ കുട്ടികൾ പണ്ട് നമ്മൾ തന്നെ അങ്ങനെ ആയിരിക്കും. നമ്മൾ കുട്ടികളായിരുന്ന സമയത്ത് എപ്പോഴും ടീച്ചേഴ്സിന്റെ വേർഡ് പോയി കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റുള്ളവരെ കുറിച്ച്. തെറ്റി, മിണ്ടി, കാട്ടി, അങ്ങനെ എന്തൊരു കംപ്ലൈന്റ് ആയിരിക്കും അല്ലെ? പക്ഷെ ഇപ്പൊ അത് ഉണ്ടാവോ? ഇല്ല. അങ്ങനെ പണ്ട് കാലത്തുള്ള നമ്മുടെ ഒരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ശീലം പറയാനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹി വാസ് ഓൾവേസ് കംപ്ലൈനിങ് അല്ലെ? എന്ത് ചെയ്യാണ്? എപ്പോഴും എന്താണ്? കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ ഹി വാസ് ഓൾവേസ് സ്നോറിങ് അറ്റ് നൈറ്റ്. സ്നോറിങ് മീൻസ് എന്താണ്? കൂർക്കം വലിക്കുക അല്ലെ? നൈറ്റില് പണ്ടെല്ലാം മക്കൾക്കുള്ള ശീല, പിന്നെ കുറെ വലുതാകുമ്പോ ശീല മാറുന്നുണ്ട്. പക്ഷെ പണ്ട് അവൻ എപ്പോഴും എന്തായിരുന്നു? നൈറ്റില് കൂർക്കം വലിക്കുമായിരുന്നു. ഓക്കെ, അപ്പോ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഹാബിറ്റ്, നിങ്ങൾക്ക് പാസ്റ്റിലുള്ള ഹാബിറ്റുകൾ പറയാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? സിമ്പിൾ പാസ്റ്റും പഠിച്ചു, പാസ്റ്റ് കണ്ടിന്യൂസും പഠിച്ചു. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ പാസ്റ്റ്. ഫോം എന്താണ്? സബ്ജക്ട്, ഡിഡ്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പഠിച്ചതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോഴോ സബ്ജക്റ്റ്, വാസ്, വേറ്, വെർബ് പ്ലസ് ING ഫോം. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂ ആയിട്ട് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ അത് പറയാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് വീഡിയോ കേൾക്കുക, ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കൂടുതൽ എക്സാമ്പിളുകൾ എടുത്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.